Udayanmala Road, Kattapana. Phone 89212-28651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. ഇടുക്കി കൊളുക്കുമലയിലേക്ക് സഞ്ചാരികളുമായി പോകുന്ന BJP ഡ്രൈവർമാർക്ക് RTO വിലക്കേർപ്പെടുത്തിയതായി പരാതി. പട്ടയം കിട്ടിയ ഭൂമിക്ക് കരമടയ്ക്കാൻ കഴിയാതെ വലയുകയാണ് ആദിവാസി കുടുംബങ്ങൾ. വിശദമായ വാർത്തയിലേക്ക്. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. ശിഷ്യന്മാരുമൊത്ത അന്ത്യ അത്താഴത്തിന് ശേഷം സ്വയം കുരിശുമരണത്തിന് തന്നെ സമർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ത്യാഗത്തെ അനുസ്മരിക്കുന്ന ദിനമാണ് ദുഃഖവെള്ളി. ക്രൈസ്തവരുടെ വിശുദ്ധ വാരാചരണത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ദിനം കൂടിയാണ് ദുഃഖവെള്ളി. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. ശിഷ്യന്മാരുമൊത്ത അന്ത്യ അത്താഴത്തിന് ശേഷം സ്വയം കുരിശുമരണത്തിന് തന്നെ സമർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ത്യാഗത്തെ അനുസ്മരിക്കുന്ന ദിനമാണ് ദുഃഖവെള്ളി. ക്രൈസ്തവരുടെ വിശുദ്ധ വാരാചരണത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ദിനം കൂടിയാണ് ദുഃഖവെള്ളി. ദുഃഖവെള്ളിയോടനുബന്ധിച്ച് രാജഗിരി ക്രിസ്തുരാജ് ദൈവാലയത്തിന്റെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി നടത്തി ദൈവാലയ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി 14 സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരുന്ന കുരിശുകളിൽ പ്രാർത്ഥന അർപ്പിച്ചതിനു ശേഷം വളകോട് കുരിശടിയിൽ സമാപിച്ചു. തുടർന്ന് നേർച്ചക്കഞ്ഞി വിതരണവും നടന്നു. ഇടവക വികാരി റഫറൻസ് ഫാദർ ജോഷി വാണിയരപ്പുരയ്ക്കൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. രാജാക്കാട് പഴയടുതി സെന്റ് മേരീസ് യാക്കോബായ സുനോറ സിറിയാനി പള്ളിയിലെ ദുഃഖവെള്ളിയാഴ്ചയിലെ പ്രദക്ഷിണത്തിനും പ്രാർത്ഥനയ്ക്കും ഇടവക വികാരി ഫാദർ എൽദോസ് മേനോത്തമാലിൽ നേതൃത്വം നൽകി. രാവിലെ 7 മണിക്ക് മലയടിവാരത്തുള്ള ടൗൺ കപ്പേളയിൽ നിന്നും ഇടുക്കി രൂപതാ മെത്രാൻ മാർജോൺ നെല്ലിക്കുന്നിൽ പിതാവിന്റെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലി പരിഹാര പ്രദക്ഷിണവുമായി മലമുകളിൽ എത്തിച്ചേർന്നു. തുടർന്ന് മലമുകളിലുള്ള ദേവാലയത്തിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും ഉണ്ടായിരുന്നു. മലമുകളിലുള്ള തിരുക്കർമ്മങ്ങൾക്ക് എഴുകുംവയൽ കുരിശുമല റെക്ടർ ഫാദർ തോമസ് വട്ടമല, അസിസ്റ്റന്റ് വികാരി ഫാദർ ലിബിൻ വള്ളിയാന്തടം, ഫാദർ ആന്റണി പാലാപ്പുളിക്കൽ, ഫാദർ അമൽ മണിമലക്കുന്നിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടുക്കി കൊളുക്കുമലയിലേക്ക് സഞ്ചാരികളുമായി പോകുന്ന BJP ഡ്രൈവർമാർക്ക് RTO വിലക്കേർപ്പെടുത്തിയതായി പരാതി.
കഴിഞ്ഞ 40 ദിവസമായി ഇവരുടെ വാഹനങ്ങൾ ഓടാൻ അനുവദിച്ചിട്ടില്ല. വിഷയത്തിൽ ഇടപെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഡ്രൈവർമാർ BJP അല്ലേ എന്നും പ്രസിഡന്റ് BJPയിലേക്ക് മാറിയോ എന്നും RTO വാഹനങ്ങൾ ഓടാൻ അനുവദിച്ചില്ലെങ്കിൽ സമരത്തിലേക്കെന്ന BJP നേതൃത്വം. 2 ദിവസം അത് കഴിഞ്ഞ് നമുക്കൊരു തീരുമാനം എടുക്കാം. ഇത് ഓടിക്കൊണ്ടിരുന്ന പിള്ളേരാണ് നിലവിൽ, വേറെ പ്രശ്നമില്ല. വണ്ടി ഇത് സൈഡിൽ ഞാൻ ഇട്ടുവിടാം. അങ്ങനെയല്ല, ഇത് അടുത്തൊരു ബുദ്ധിമുട്ടില്ല, നമ്മൾ പങ്കാളിയാകണ്ടേ എല്ലാവരും. ഇങ്ങനെ 200-ലധികം വാഹനങ്ങളാണ് ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ നിന്നും കൊളുക്കുമലയിലേക്ക് സഞ്ചാരികളുമായി ട്രക്കിങ്ങിന് പോകുന്നത്. ഇതിൽ 6 വാഹനങ്ങൾക്കാണ് RDO വിലക്കേർപ്പെടുത്തിയത്. വാഹനത്തിന്റെ ഉടമയുടെ ആധാർ കാർഡ് തമിഴ്നാട്ടിലേതാണ് എന്ന കാരണം പറഞ്ഞായിരുന്നു ആദ്യം വിലക്കേർപ്പെടുത്തിയത്. എന്നാൽ പിന്നീട് ആധാർ കാർഡ് കേരളത്തിലേക്കാക്കുകയും ചെയ്തു. പഞ്ചായത്തിൽ നിന്നുള്ള അനുമതിയും നൽകി. എന്നാൽ വാഹനമോടാൻ RTO അനുവദിക്കുന്നില്ല. കഴിഞ്ഞ 45 ദിവസമായി ഇവരുടെ വാഹനങ്ങൾ സർവീസ് നടത്തിയിട്ട് സീസൺ സമയത്ത് മാറ്റി നിർത്തിയതോടെ വലിയ ദുരിതത്തിലാണ് ഇവരുടെ ജീവിതം. അച്ഛൻ്റെ പേരിലാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ പേരിലുണ്ടായപ്പം മാറ്റാൻ പറഞ്ഞു, ആധാർ കാർഡ് മാറ്റാൻ പറഞ്ഞു. ഇപ്പം ബുക്ക് പേപ്പർ എൻ്റെ പേരിലാക്കി. എൻ്റെ പേരിലാക്കിയിട്ട് നമ്മൾ RDO ഓഫീസ് ചെല്ലുമ്പോൾ അവർ പുറക്കണിക്കുക, വേണ്ട മാറ്റി നിർത്തുക. അവർ BJP എന്ന് പറഞ്ഞാൽ 3 പേരുണ്ടല്ലോ BJPക്കാർ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് ഇടപെടുകയും പ്രസിഡന്റ് RTOയെ നേരിട്ട് വിളിക്കുകയും ചെയ്തു. എന്നാൽ മാറ്റി നിർത്തിയത് BJP പ്രവർത്തകരെ അല്ലേ എന്നും പ്രസിഡന്റ് BJPയിൽ ചേർന്നോ എന്നുമായിരുന്നു RTOയുടെ മറുപടി. ബുദ്ധിമുട്ടാണ് ഇവിടെ. ഒന്നാമത് ഇത് വെച്ച് മാത്രം ഉപജീവനം നടത്തുന്നവർക്ക് വേറെ മാർഗമില്ലല്ലോ പറയാൻ. അങ്ങനെയൊന്നുമില്ല. BJP ഒന്നും ഞാനിങ്ങനെയൊന്നും നോക്കാറേ ഇല്ല രാഷ്ട്രീയം ഇതിനകത്ത്. ആരെയല്ലേ എവിടെയെങ്കിലും നിൽക്കട്ടെ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നൊരു കേസാണല്ലോ. വർഷങ്ങളായി ജീപ്പ് ഓടിച്ച് വരുമാനം കണ്ടെത്തുന്ന ഡ്രൈവർമാരെ രാഷ്ട്രീയത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നതിനെതിരെ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് BJP. നമ്മൾ വീണ്ടും നമുക്ക് സമരം ചെയ്യും, പക്ഷേ ഒരു വണ്ടിയും ഓടിക്കാത്ത രീതിക്ക് നമ്മൾ സമരം ചെയ്തിട്ട് ഇത് തീരുമാനം ഉണ്ടാക്കുള്ളൂ. സാറുടെ രീതിക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ രീതിക്ക് പോകും. BJP കാരനെന്നും പറഞ്ഞ് ഞങ്ങളെ പിള്ളേരെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഈ തോട്ടത്തൊഴിലെടുത്ത് ഏലക്കാട്ടിലും തേയിലക്കാട്ടിലും പണിത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു അച്ഛനമ്മനും മക്കളും ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഇവർ വണ്ടി വാങ്ങിച്ചിട്ട് 45 ദിവസം ഓടിയില്ലെന്ന് പറഞ്ഞ് അവരുടെ ജീവിതം കൊണ്ട് നോക്കണം. വാഹനത്തിന്റെ എല്ലാ പേപ്പറുകളും കൃത്യമാണെന്നിരിക്കുകയാണ് BJP അനുഭാവികളായ 6 ഡ്രൈവർമാരോടുള്ള RTOയുടെ വിവേചനം. സിറ്റി വിഷൻ, രാജാക്കാട്. ചിന്നക്കനാൽ 301-ൽ ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും പട്ടയം കിട്ടിയ ഭൂമിക്ക് കരമടയ്ക്കാൻ കഴിയാതെ വലയുകയാണ് ആദിവാസി കുടുംബങ്ങൾ. കരമടയ്ക്കാൻ കഴിയാത്തതിനാൽ സർക്കാർ ആനുകൂല്യങ്ങളും ഇവർക്ക് നിഷേധിക്കപ്പെടുകയാണ്. 2003-ൽ പുനരധിവസിപ്പിച്ചതിനു ശേഷം 301-ലെ ആദിവാസി കുടുംബങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. ഇതിനൊപ്പമാണ് പട്ടയം കിട്ടിയ ഭൂമിക്ക് കരമടയ്ക്കാൻ കഴിയാത്ത അവസ്ഥ. തണ്ടപ്പേപ്പർ പിടിച്ച കരമടയ്ക്കാൻ 2 പതിറ്റാണ്ടായി ഇവർ റവന്യൂ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. പരാതി പറയാൻ ഇനി ഒരിടവും ബാക്കിയില്ല. പക്ഷേ 100 പേരിൽ തന്നെ കരമടയ്ക്കാൻ പറ്റാതെ ഇപ്പോഴും നിറയെ ഒത്തിരി പേര് ആൾക്കാരുണ്ട്. കരമടയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഓഫീസിൽ പോയി പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വിടുന്നതാണ്. വെറും കടലാസ് മാത്രം, പട്ടയം മാത്രം നിലവിൽ ഇപ്പം ഞങ്ങൾക്കുണ്ട്. കരമടക്കുന്നില്ല അവർ. എന്താ കാര്യം പറഞ്ഞ് തിരിച്ചു വിടുന്നു. കരമടച്ച രസീത് കയ്യിലില്ലാത്തതിനാൽ കാർഷിക ആവശ്യങ്ങൾക്കടക്കമുള്ള സർക്കാർ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിൻ്റെ പേരിൽ നിരവധി കുടുംബങ്ങൾ ഇവിടെ നിന്നും വീടും സ്ഥലവും ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. ബാക്കിയുള്ള കുടുംബങ്ങളും ഇവിടെ നിന്നും കുടിയൊഴിഞ്ഞു പോകാൻ നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് നിലവിൽ. വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ആദിവാസി കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. മരക്കാനം കൊമ്പടിഞ്ഞാൽ റോഡിൽ പൊന്മുടി പ്ലാന്റേഷന് സമീപം മിനിവാൻ താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം. വിനോദസഞ്ചാരികൾ യാത്ര ചെയ്തിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനയാത്രികർ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ 9:30 അപകടം നടന്നത്. തേക്കടിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുകയായിരുന്ന ബാംഗ്ലൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന മിനി വാനാണ് മരക്കാനം കൊമ്പൊടിഞ്ഞാൽ റോഡിൽ പൊന്മുടി പ്ലാന്റേഷൻ ഭാഗത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. വാഹനം താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. വാഹനത്തിൽ ഡ്രൈവർ അടക്കം 21 പേരുണ്ടായിരുന്നതായാണ് വിവരം. പരിക്ക് സംഭവിച്ചവരെ ഉടൻ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തിൽ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു.
സിറ്റി വിഷൻ, രാജാക്കാട്. പെസഹ ദിനത്തിൽ വൈദ്യുതി വിച്ഛേദിച്ചതിനെതിരെ KECB ഓഫീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. വേണ്ട വിധത്തിലുള്ള മുന്നറിയിപ്പ് നൽകാതെയാണ് ഉദ്യോഗസ്ഥർ കട്ടപ്പന സബ്സ്റ്റേഷന്റെ പരിധിയിലുള്ള വൈദ്യുതി വിച്ഛേദിച്ചത്. ഇതോടെ നിരവധി ആളുകളാണ് ബുദ്ധിമുട്ടിലായത്. വ്യാഴം രാവിലെ 9 മണിയോടെയാണ് കട്ടപ്പന സബ് ഡിവിഷന്റെ കീഴിലെ വിവിധ മേഖലകളിൽ വൈദ്യുതി വിച്ഛേദിച്ചത്. ഉപഭോക്താക്കളുടെ മൊബൈൽ ഫോണുകളിലേക്ക് 8:45 വൈദ്യുതി തടസ്സപ്പെടുന്നതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ വന്നത്. തുടർന്ന് 15 മിനിറ്റിനുള്ളിൽ കട്ടപ്പന നഗരത്തിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വൈദ്യുതി മുടങ്ങി. ഇതോടെ വിവിധ മേഖലകളിൽ നിന്ന് പ്രതിഷേധവും ശക്തമായി. KECB ഉദ്യോഗസ്ഥരുടെ ഈ നിലപാടിനെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധം നടത്തിയത്. പെസഹ ദിനത്തിൽ ക്രൈസ്തവ സമൂഹത്തോട് വിവേചനപരമായ നടപടിയാണ് KECB കാണിച്ചതെന്ന് നേതാക്കൾ ആരോപിച്ചു. ദിവസത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ലോകമെങ്ങും പെസഹ ആചരിക്കുന്ന ദിവസമാണ്. ഇതൊരു വർഗീയതയായി കാണേണ്ട ആവശ്യമില്ല. മതേതര സ്വഭാവത്തിൽ ജീവിക്കുന്ന കട്ടപ്പനയിലെയും ഹൈറേഞ്ചിലെയും കേരളത്തിലെ ജനങ്ങൾ വളരെ ആചാരപൂർവ്വം അനുഷ്ഠിക്കുന്ന ഒരു ദിവസമാണ് പെസഹ എന്ന് പറയുന്നത്. പെസഹ ഭക്ഷണം ഒരുക്കുക എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ ഭവനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ മഹനീയ ദിനത്തിൽ വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ട് വളരെ നിഷേധാത്മകമായ ഒരു സമീപനം കട്ടപ്പനയിലെ KECB ബോർഡ് കാണിച്ചിരിക്കുകയാണ്. സമരത്തിനിടെ നാട്ടുകാരും വിവരം തിരക്കാൻ KECB ഓഫീസിലെത്തി. വീടുകളിലെ ആവശ്യങ്ങളടക്കം മുടങ്ങിയെന്ന് ഇവർ ആരോപിക്കുന്നു. ഇന്ന് നല്ല പെസഹ ദിവസമാണ്. പെസഹ ആചരിക്കുന്ന ദിവസം എല്ലാവരും ക്രിസ്ത്യാനികളിലായിരിക്കുന്ന എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിക്കുന്ന ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ കുടിവെള്ളം പോലും അടിക്കാൻ മാർഗ്ഗമില്ല. 8:45 ഒരു മെസ്സേജ് വിട്ടേക്കുക കറണ്ട് കട്ടാന്ന് പറഞ്ഞ് 5 മണിക്ക് ഓണാക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്നാ നിയമമാണ്? എവിടുത്തെ നിയമമാണ് അത്? ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് കറണ്ട് കെട്ട് വെക്കേണ്ടത്. പെസഹ ദിനത്തിൽ പെസഹ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനായി ക്രൈസ്തവ കുടുംബങ്ങൾ ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് വൈദ്യുതി മുടങ്ങിയത്. ഇതോടെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത്. അതോടൊപ്പം മില്ലുകളിൽ നിന്ന് നന്ദി തിരക്കുണ്ടാവുന്ന ദിവസമാണ്. മില്ലുകളുടെ പ്രവർത്തനത്തെയും വൈദ്യുതി മുടക്കം പ്രതിസന്ധിയിലാക്കി. ഇതോടൊപ്പമാണ് നിരവധി കുടിവെള്ള പദ്ധതികളെയും നടപടി അവതാളത്തിലാക്കിയത്. കട്ടപ്പന നഗരത്തിന്റെ ചിലയിടങ്ങളിലും ചുറ്റുപാടുമുള്ള ജനവാസ മേഖലകളിലുമാണ് വൈദ്യുതി മുടങ്ങിയത്. വേനൽ മഴയിൽ കട്ടപ്പന സബ്സ്റ്റേഷനിലുണ്ടായ തകരാറാണ് വൈദ്യുതി മുടക്കത്തിന് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഉപരോധത്തിനിടയിൽ KECB ജീവനക്കാരെ അടക്കം തടഞ്ഞുവെക്കുന്ന നടപടിയും ഉണ്ടായി. ഇതോടെ കട്ടപ്പന പോലീസും സ്ഥലത്തെത്തി. മുടങ്ങിയ വൈദ്യുതി മുഴുവൻ മേഖലയിലും പുനഃസ്ഥാപിക്കുന്നതുവരെ നേതാക്കൾ KECB ഓഫീസിന് മുന്നിൽ സമരം തുടർന്നു. സിറ്റി വിഷൻ, കട്ടപ്പന. ഇടവേള. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. ചോയ്സ് ബിൽഡേഴ്സ്, we provide the joy of a new home. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. Admission started. Montfort Valley School, Murikundoti. Registration for the academic year 2025-26. Classes pre-KG to 9th and +1. For more enquiries, contact the landline 04868 247 421. Mobile 9446 421. വീണ്ടും വാർത്തയിലേക്ക്. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജൈവവൈവിധ്യ പഠനോത്സവവും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. അടിമാലിയിൽ ഹരിത കേരളം മിഷൻ UNDP പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച നീലക്കുറിഞ്ഞി ജൈവവൈവിധ്യ വിജ്ഞാന കേന്ദ്രത്തിന്റെ കമ്മ്യൂണിറ്റി തല പരിപാടികളുടെ ഭാഗമായാണ് പഠനോത്സവം സംഘടിപ്പിക്കുന്നത്. ജൈവവൈവിധ്യത്തെക്കുറിച്ചും അതിൻ്റെ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള അവബോധം കുട്ടികളിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് ലോക ജൈവവൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പഠനോത്സവവും ക്വിസ് മത്സരവും നടത്തുന്നത്.
ഈ മാസം 25-ന് ബ്ലോക്ക് തലത്തിലും 29-ന് ജില്ലാ തലത്തിലും സംഘടിപ്പിക്കുന്ന ക്വിസ് മത്സരത്തിലെ വിജയികളെ പങ്കെടുപ്പിച്ചാണ് മെയ് 16 മുതൽ 3 ദിവസം അടിമാലിയിലും മൂന്നാറിലുമായി പഠനോത്സവ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 7, 8, 9 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ഹരിത കേരളം മിഷൻ ജില്ലാ ഓഫീസുകൾ വഴിയും റിസോഴ്സ് പേഴ്സണൽമാർ വഴിയും മത്സരത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് വിശദ വിവരങ്ങൾ അറിയുവാനും ഓൺലൈൻ സംവിധാനത്തിലൂടെ രജിസ്ട്രേഷൻ നടത്താം. പരിസ്ഥിതി, ജൈവവൈവിധ്യം എന്നീ വിഷയങ്ങളെ അധികരിച്ച് ഇൻ്ററാക്റ്റീവ് രീതിയിലാണ് ക്വിസ് മത്സരം. പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകൾ നൽകും. കൂടാതെ വിജയികൾക്ക് പ്രത്യേകം സർട്ടിഫിക്കറ്റും നൽകും. അടിമാലിയിലെ നീലക്കുറിഞ്ഞി ജൈവവൈവിധ്യ വിജ്ഞാന കേന്ദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പച്ചത്തുരുത്തുകളും അതിലെ ജൈവവൈവിധ്യവും ക്യാമ്പിൻ്റെ പ്രധാന ഘടകമായിരിക്കും. വിനോദവും വിജ്ഞാനവും കോർത്തിണക്കി ശില്പശാലകൾ, കുട്ടികളുടെ പഠനങ്ങൾ, ഫീൽഡ് പ്രവർത്തനങ്ങൾ, പാട്ടുകൾ, കളികൾ, നൈപുണ്യ വികസനം എന്നിവ ഉൾപ്പെടുത്തിയാണ് 3 ദിവസത്തെ പഠനോത്സവം. ക്വിസ് മത്സരത്തിലൂടെ പഠനോത്സവ ക്യാമ്പിലും പങ്കെടുക്കുന്നതിന് കുട്ടികൾക്കുള്ള താമസവും ഭക്ഷണവും സൗജന്യമായിരിക്കും. ഇത്തവണത്തെ 2ാമത് പഠനോത്സവ ക്യാമ്പാണ് സംഘടിപ്പിക്കുന്നത്. സിറ്റി വിഷൻ, അടിമാലി. മൂന്നാറിന്റെ പ്രവേശന കവാടമാണ് പള്ളിവാസൽ പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ തീർത്തിട്ടുള്ള ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ രൂപകൽപ്പന കൊണ്ട് ഏറെ വ്യത്യസ്തമാണ്. നിർമ്മാണം പൂർത്തീകരിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾ മികച്ച രീതിയിൽ മുമ്പോട്ടു പോകുമ്പോൾ പഞ്ചായത്തിന്റെ തനത് വരുമാനത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾ വ്യത്യസ്ത മാതൃകകളിൽ പണി കഴിപ്പിച്ച് അവയുടെ പ്രവർത്തനം മികച്ച രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് പള്ളിവാസൽ പഞ്ചായത്ത്. മൂന്നാറിൻ്റെ പ്രവേശന കവാടമായതിനാൽ വിനോദസഞ്ചാരികളെ കൂടി ആകർഷിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതികൾ നടപ്പിലാക്കിയ സ്ഥലവും അവയുടെ രൂപകൽപ്പനയും പഞ്ചായത്ത് തിരഞ്ഞെടുത്തത്. 4 ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾക്കാണ് പഞ്ചായത്ത് മുൻകൈയെടുത്തിട്ടുള്ളത്. ഇതിൽ 2 പ്രവർത്തന സജ്ജമാണ്. 1 നിർമ്മാണ പൂർത്തീകരണം കഴിഞ്ഞ് പ്രവർത്തന സജ്ജമാക്കാൻ ഒരുങ്ങുന്നു. മറ്റൊരെണ്ണത്തിൻ്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ്. ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾ മികച്ച രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ പഞ്ചായത്തിൻ്റെ തനത് വരുമാനത്തിലും വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 8 മുതൽ 13 വരെ നടന്ന നാഷണൽ കോൺക്ലേവിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മാതൃകയിൽ ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ച പഞ്ചായത്ത് എന്ന നിലയിൽ അംഗീകാരം ലഭിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് വിജി പ്രതീഷ് കുമാർ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും മികച്ച മാതൃകയിൽ ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ച, അല്ലെങ്കിൽ ഏറ്റവും നൂതനമായ ആശയത്തിൽ ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ച പഞ്ചായത്ത് എന്ന നിലയിൽ നമ്മുടെ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന് അംഗീകാരം ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ നിലവിൽ നമ്മുടെ തനത് വരുമാനത്തിലും ഇത് വലിയ സംഭാവന നൽകുന്നുണ്ട്. KSRTC ലോ ഫ്ലോർ ബസിന്റെ മാതൃകയിൽ 2ാം മൈലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വിശ്രമ കേന്ദ്രമാണ് ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നത്. ശുചിത്വ മിഷന്റെ ഫണ്ടും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും വിനിയോഗിച്ചായിരുന്നു ഈ പദ്ധതി പൂർത്തീകരിച്ചത്. മൂന്നാറിന് മുമ്പോടിയിരുന്ന പഴയ തീവണ്ടിയുടെ മാതൃകയിലാണ് കരടിപ്പാറ വ്യൂ പോയിന്റിൽ മറ്റൊരു കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. കഫേ, ശുചിമുറികൾ എന്നിവയ്ക്കൊപ്പം വാച്ച് ടവറും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. പോതമേട്ടിൽ കോട്ടയുടെ മാതൃകയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വിശ്രമ കേന്ദ്രം വൈകാതെ പ്രവർത്തനം ആരംഭിക്കും. കോട്ടപ്പാറയിൽ ലൈറ്റ് ഹൗസ് മാതൃകയിൽ പണി കഴിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ്. പഞ്ചായത്തിന്റെ തനത് ഫണ്ട്, പ്ലാൻ ഫണ്ട്, ശുചിത്വ മിഷന്റെ ഫണ്ട് എന്നിവയൊക്കെ വിനിയോഗിച്ചാണ് ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. സിറ്റി വിഷൻ, ആനച്ചാൽ. അകാലത്തിൽ വേർപിരിഞ്ഞുപോയ പീരുമേടിന്റെ കലാകാരൻ അജി തോമസിന്റെ കുടുംബത്തിന് KSRTA CITU നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു. പീരുമേട്ടിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ വെച്ച് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം അജിയുടെ കുടുംബത്തിന് നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽ കൈമാറി. സംഘടനാ തൊഴിലാളികൾക്കൊപ്പം പൊതുജനങ്ങളെയും ചേർത്ത് നിർത്തുന്ന KSRTA നടപടി അഭിനന്ദാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. അകാലത്തിൽ വേർപെട്ട പീരുമേടിന്റെ കലാകാരൻ അജി തോമസിന്റെ ആഗ്രഹമായിരുന്നു തൻ്റെ കുടുംബത്തിന് അടച്ചുറപ്പുള്ള ഒരു ഭവനം എന്നത്. ഇതാണ് KSRTA CITUയിലൂടെ പൂർത്തീകൃതമായിരിക്കുന്നത്. അഴീക്കോടൻ രാഘവന്റെ സ്മരണാർത്ഥം രൂപീകരിച്ച സ്പർശം സ്വാന്തനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 650 ചതുരശ്ര അടിയിൽ 12.5 ലക്ഷം രൂപ ചിലവിലാണ് ഭവനം നിർമ്മിച്ചിരിക്കുന്നത്. KSRTC രംഗത്തെ ഏറ്റവും
വലിയ സംഘടനയായ KSRTA CITUവിലെ തൊഴിലാളികൾക്കും മറ്റുള്ളവർക്കുമായുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി തൊഴിലാളികളുടെ ഒരു മാസത്തെ ശമ്പളത്തിൽ നിന്നും 100 രൂപ നൽകിയാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. നിർമ്മാണം പൂർത്തീകരിച്ച ഭവനത്തിൽ നാടമുറിച്ച ശേഷം പീരുമേട് ടൗണിൽ നടന്ന താക്കോൽദാനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ KSRTA CITU സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് CK ഹരികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സംഘാടക സമിതി കൺവീനർ VS പ്രസന്നൻ സ്വാഗതം ആശംസിച്ചു. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കാരിയും ഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിച്ചു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആനത്തലവട്ടം ആനന്ദന്റെ സ്മരണാർത്ഥം നിർമ്മിച്ചു നൽകുന്ന 2 വീടുകളിലൊന്നാണ് അജിയുടെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയത്. തങ്ങൾക്കൊരു അടച്ചുറപ്പുള്ള ഭവനം ലഭിച്ചത് സന്തോഷമുള്ളതായി അജിയുടെ കുടുംബം പറഞ്ഞു. KSRTA CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ, സംസ്ഥാന ട്രഷറർ PA ജോജോ, ജില്ലാ സെക്രട്ടറി MB സുരേഷ്, KCB വർക്കേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് ശ്രീധരൻ, സുനിത കുര്യൻ, CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ, പ്രസിഡന്റ് R തിലകൻ, നേതാക്കളായ G വിജയാനന്ദ്, M തങ്കദുരൈ, S സാബു, R ദിനേശൻ, CR മുരളി തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ ഉപ്പുതറ. മറയൂർ ഉദുമൽപേട്ട റോഡ് കൈയടക്കി വിരിക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാന. പകൽ സമയത്തും കാട്ടുകൊമ്പൻ റോഡിൽ തമ്പടിക്കുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും കാട്ടാന പകൽ സമയത്ത് റോഡിൽ ഗതാഗത തടസ്സം തീർത്തു. മറയൂർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ വിരിക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടുകൊമ്പന്റെ സാന്നിധ്യമാണ് വാഹനയാത്രികരിൽ ആശങ്ക ഉളവാക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പകൽ സമയത്ത് വിരിക്കൊമ്പൻ റോഡിലിറങ്ങി ഗതാഗത തടസ്സം തീർത്തു. പകൽ സമയത്ത് റോഡിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ടാകുന്നത് ഇരുചക്ര വാഹന യാത്രികരെയും മറ്റ് ചെറുവാഹന യാത്രികരെയുമാണ് ഏറെ വലയ്ക്കുന്നത്. മറയൂർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലൂടെയാണ് വിനോദസഞ്ചാര വാഹനങ്ങളും മറ്റ് ചരക്ക് വാഹനങ്ങളും മറയൂർ മൂന്നാർ മേഖലകളിലേക്ക് എത്തുന്നത്. ബസ് സർവീസുകളും നടന്നു വരുന്നു. കഴിഞ്ഞ ദിവസം ബസ്സിന് മുമ്പിലെത്തിയ വിരിക്കൊമ്പൻ ഭീകരാന്തരീക്ഷം തീർത്തിരുന്നു. റോഡിൽ പകൽ സമയത്തും വിരിക്കൊമ്പൻ അടക്കമുള്ള കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടായതോടെ ഇതുവഴിയുള്ള വാഹനയാത്രികർക്ക് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിറ്റി വിഷൻ മൂന്നാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. ഇടുക്കി കൊളുക്കുമലയിലേക്ക് സഞ്ചാരികളുമായി പോകുന്ന BJP ഡ്രൈവർമാർക്ക് RTO വിലക്കേർപ്പെടുത്തിയതായി പരാതി. പട്ടയം കിട്ടിയ ഭൂമിക്ക് കരമടയ്ക്കാൻ കഴിയാതെ വലയുകയാണ് ആദിവാസി കുടുംബങ്ങൾ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.